ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി നടന്ന സൈബർ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വ്യാജ വീഡിയോ കോളിലൂടെ ഓൺലൈൻ തട്ടിപ്പ് നമ്മുടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വാട്സാപ്പ് വീഡിയോ കോൾ വഴി സുഹൃത്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 40,000 രൂപയാണ് ഒരു കോഴിക്കോട് സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്തത്. ആന്ധ്രാപ്രദേശിൽ ഒപ്പം ജോലി ചെയ്യുന്ന ആളുമായി സാദൃശ്യമുള്ള രൂപമാണ് വീഡിയോയിൽ കണ്ടത്. ബന്ധുവിന് ഓപ്പറേഷൻ നടത്തുവാൻ പണം ആവശ്യമാണെന്നും സഹായിക്കാമോ എന്നുമായിരുന്നു വീഡിയോ കോൾ. ശബ്ദവും വീഡിയോയും കണ്ടതോടെ സംശയമില്ലാതെ ഗൂഗിൾ പേ വഴി പണം അയക്കുകയായി. കേരളത്തിൽ ആദ്യമായി നടന്ന ഈ സൈബർ തട്ടിപ്പിൽ പരാതിക്കാരന് നഷ്ടപ്പെട്ട മുഴുവൻ തുകയും കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന് തിരികെ പിടിക്കാൻ കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചുണ്ടും കണ്ണുകളും അനക്കി സംസാരിക്കുന്ന രീതിയിലാണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ഇതിലേക്കായി ഫോട്ടോകൾ ശേഖരിക്കുന്നു. ഈ ഫോട്ടോകൾ AI സംവിധാനത്തിലൂടെ മാറ്റി അവർ വീഡിയോ കോളിനായി ഉപയോഗിക്കും. ഒറ്റനോട്ടത്തിൽ വീഡിയോ കോൾ കാണുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് തോന്നും. മാത്രവുമല്ല, വിശ്വസ്തതയ്ക്കായി നാം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വിവരങ്ങളായിരിക്കും തട്ടിപ്പുകാർ ഇങ്ങോട്ട് പറയുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും എങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കാം? അപരിചിതമായ നമ്പറുകളിൽ നിന്നും ഐഡികളിൽ നിന്നുമുള്ള വീഡിയോ കോളുകൾ നിരാകരിക്കുക. സോഫ്റ്റ്വെയർ വഴി ഡീപ് ഫേക്ക് ചെയ്യപ്പെട്ടു വരുന്ന വീഡിയോകൾക്ക് പൊതുവെ ഗുണമേന്മയും വ്യക്തതയും കുറവായിരിക്കും. വാട്ടർമാർക്കുകൾ, വ്യക്തി നിൽക്കുന്ന പശ്ചാത്തലം, സംസാര രീതി എന്നിവയെല്ലാം ശ്രദ്ധിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തിനെ നേരിട്ട് തിരികെ വിളിച്ച് സ്ഥിരീകരിച്ച ശേഷമായിരിക്കണം പണം അയച്ചു കൊടുക്കുന്ന കാര്യം തീരുമാനിക്കാൻ. ഈ രീതിയിൽ തട്ടിപ്പിനിരയായാൽ സൈബർ ഹെൽപ്പ് ലൈനായ 1930 ഉടൻ തന്നെ അറിയിക്കുക.